നമ്മളൊരു മുട്ട എന്ന് ഓംപ്ലേറ്റ് ഹാക്ക് ചെയ്യാൻ പോകുന്നത്. മുട്ട ഓംപ്ലേറ്റ് ഹാക്ക്. വാവ്, കമോൺ ഗായ്സ്, ലെറ്റ്സ് മേക്ക്. അതിന് വേണ്ടി മുട്ട വേണം, പിന്നെ ഒരു സബോള, 3 പച്ചമുളക്. അത് ഞാനിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് കത്തി ചൂടാക്കുന്നുണ്ട്. ഇപ്പോൾ കത്തി മൂർച്ച കൂട്ടാനാണ് നമ്മൾ നോക്കണത്. അതിൻ്റെ കത്തി ചൂടാക്കി കഴിഞ്ഞിട്ട് കത്തി തുടച്ചെടുത്തു. കത്തി മൂർച്ച കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡിലൊരു പേപ്പർ എടുത്ത് വയ്ക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ വേസ്റ്റോളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ. പിന്നെ നമ്മൾ 3 മുട്ട എടുക്കണം, ഉപ്പ് എടുക്കണം, 1 ടീസ്പൂൺ വെള്ളം എടുക്കണം, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു തുടങ്ങി, മുളക് അരിഞ്ഞു തുടങ്ങി. 3 മുളകാണ് ആവശ്യം, പിന്നെ ഒരു സബോളയാണ് ആവശ്യം. ഒരു സബോള നമ്മൾ പകുതിയാക്കി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് സബോള നന്നായിട്ട് അരിഞ്ഞെടുക്കണം. സബോള അരിയാൻ തുടങ്ങി, ചടുപടി സബോള അരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു കപ്പിക്കിടുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് ഇടണം ആവശ്യത്തിന്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അടിപൊളി തന്നെ, അടിപൊളി. ഇതുപോലെ മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇടണം. അത് കഴിഞ്ഞിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ആവാൻ നമുക്ക് വിചാരിച്ച പോലെ കിട്ടുന്ന സാധനം. എന്നിട്ട് നമ്മൾ സ്റ്റവ് കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് പാൻ വെച്ചു. പാനിക്ക് ഒഴിച്ചെടുക്കാൻ പോവാണ്. പാനിക്ക് നൈസായിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ ചിരണ്ടിയിടുക. എന്നിട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ എടുക്കേണ്ട ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും സാധനം. അപ്പോൾ എടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. കയ്യിലോട്ട് തന്നെ പരത്തി കൊടുത്താലും മതി. അങ്ങനെ നന്നായി പരത്തണം കേട്ടോ. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ പരത്താറാണ്. നന്നായി പരത്തിയാൽ മതി. ഞാൻ നന്നായി പരത്തുക. എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തുളിച്ചാൽ മതി മുളക് പൊടി, ചെറുതായിട്ട്. എന്നിട്ട് കാശ്മീരി ചില്ലി പൗഡറായ കാരണമാണ് ഇത്ര ചുവപ്പ് കളറ്. അതിൽ കുറവായിരിക്കും. എന്നിട്ട് നമ്മൾ അത്യാവശ്യം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഈ മുട്ട ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മുട്ട നമ്മൾ സൈഡിൽ നിന്ന് എടുക്കാൻ തുടങ്ങി, ചെറുതായിട്ട് എടുത്ത് തുടങ്ങി. ചെറുതായിട്ട് ഒരു സൈഡിൽ നിന്ന് ഒറ്റയടിക്ക് വലിച്ചെടുക്കരുത്. അങ്ങനെ ചെയ്താൽ പൊട്ടും. പിന്നെ നമ്മളൊന്ന് മുട്ട ചെറുതായിട്ട് മറിച്ചിടുക. നൈസായിട്ട് ഇങ്ങനെ മറിച്ചിടുക. അപ്പോൾ പൊട്ടാണ്ട് കിട്ടും. എന്നാലും എൻ്റെ ചെറുതായിട്ട് പൊട്ടി. എന്നിട്ട് പിൻഭാഗത്ത് ഇത്തിരി ഒന്ന് വയ്ക്കുക. എന്നിട്ട് ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താലും നല്ലത്. കുരുമുളക് പൊടി ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുരുമുളക് പൊടി ടേസ്റ്റ് അതിടാം. പിന്നെ വീണ്ടും നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മുടെ മുട്ട സെറ്റായി. മുട്ട നമ്മളൊരു പ്ലേറ്റിലേക്ക് വെച്ചു. ഈ എത്രയും വേണ്ടി വെച്ചാൽ എത്ര കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഞാൻ അവിടെ 3 എണ്ണമായിട്ട് മുറിച്ചുള്ളത്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ട പ്രക്രിയയാണ് ഉള്ളത്. നമുക്കൊന്ന് മുറിച്ച് കഴിഞ്ഞിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുറിച്ച് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓ കായ്സ്, ഒരു രക്ഷയില്ല, അടിപൊളി.